ബാക്കി കൊടുക്കാനുള്ള പലിശ അവൻ കൊടുക്കും. ആ ശ്രുതിമൊക്കെ അവകാശപ്പെട്ട നിന്റെ ആഭരണങ്ങള് കൈവിട്ട് കളയണ്ട. അത് നിന്റെ കൈ തന്നെ ഭദ്രായിട്ടിരിക്കട്ടെ. അങ്ങനെയാ അവൻ പറഞ്ഞത്. അപ്പച്ചിയുടെ മകന്റെ ഒരു സഹായം എനിക്ക് വേണ്ട. പിന്നെ എന്റെ മോൾക്ക് ആവശ്യമുള്ള സ്വർണം അവളുടെ അച്ഛൻ ഡോക്ടർ നിരഞ്ജൻ വാങ്ങിക്കൊടുത്തോളും. അതോർത്ത് ഇവിടെ ആരും ബുദ്ധിമുട്ടണ്ട. അല്ല, നിരഞ്ജനൊന്നും പറഞ്ഞില്ല. ഇക്കാര്യത്തിൽ അക്ഷരയുടെ അഭിപ്രായം തന്നെ എനിക്കും. വേണ്ടെങ്കി വേണ്ട, അല്ലെങ്കിൽ തന്നെ ആ കുതിരവാലിയുടെ ആഭരണങ്ങളെല്ലാം പോണം. അത്രക്കല്ലേ നെകളിപ്പ്. സഹായിക്കാൻ ചെന്ന എന്നെ പറഞ്ഞാ മതിയല്ലോ. കിട്ടിയ അവസരം മുതലെടുക്കാം അപ്പച്ചി മോനും. അങ്ങനൊന്നും കരുതണ്ട അക്ഷര. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വിശാൽ ഒരുപാട് മാറി. ചിലപ്പോ നല്ല ഉദ്ദേശത്തിലാവും സഹായിക്കാന്ന് പറഞ്ഞത്. ഉദ്ദേശം നല്ലതായാലും ചീത്തയായാലും നമുക്ക് ആ സഹായം വേണ്ട. അത് വേണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി അതിനെപ്പറ്റി എന്തിനാ ചിന്തിക്കുന്നത്? അതേപ്പറ്റി ഞാനിനി ചിന്തിക്കുന്നില്ല. പക്ഷെ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. എന്താ? എന്റെ ആഭരണങ്ങൾ ഞാൻ കൊടുക്കണമെങ്കിൽ ഡാഡി എനിക്കൊരു ഉറപ്പ് തരണം. എന്തുറപ്പ്? എന്റെ അമ്മയ്ക്ക് സംഭവിച്ചത് എന്താണെന്ന് ഡാഡി തുറന്നു പറയണം. അതെന്തായാലും ഞാനത് സഹിക്കും. ചിലപ്പോ ക്ഷമിച്ചെന്നും വരും. പക്ഷെ ഡാഡിയുടെ വായിന്ന് തന്നെ എനിക്കത് കേൾക്കണം. അക്ഷര, നിന്റെ ഈ പിടിവാശി നിർത്ത്. ഞാൻ പറഞ്ഞല്ലോ, തമ്മി തല്ലാനുള്ള സമയമല്ല ഇത്. അമ്മയുടെ മരണത്തിന് പിന്നിലെ ദുരൂഹത അതെന്തായാലും നമുക്ക് കണ്ടുപിടിക്കാം. നമ്മുടെ സഹായത്തിനായിട്ട് ഒരാൾ കൈ നീട്ടുമ്പോൾ ഉപാധികൾ വെക്കുന്നത് ശരിയല്ല. മനസ്സോടെ കൊടുക്കുക. നമുക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ അത് തിരിച്ച് നമ്മുടെ കയ്യിൽ തന്നെ വരും. ശരത്തുമോനെ, മനോഹരന്റെ പേരോ ഫോട്ടോയോ വല്ലതും പത്രത്തിൽ വന്നിട്ടുണ്ടോ? ഇല്ല. ഇല്ലേ? അല്ലെങ്കിലും അതിനുള്ള യോഗമൊന്നും മക്കുണിനില്ല. അമ്മ എന്തമ്മ ഈ പറയുന്നത്? ജയിലിൽ കിടക്കുന്നത് പത്രത്തിൽ വരുന്നത് വലിയ അഭിമാനമാണോ? എന്ത് കാര്യത്തിന്റെ പേരിലാണെങ്കിലും പത്രത്തിലൊരു പടം വരുന്നത് എനിക്ക് അഭിമാനം തന്നെയാ. കാര്യം, ഞാൻ ചാവുമ്പോ പത്രത്തിൽ പടം വരുമായിരിക്കും. എനിക്കത് കാണാൻ പറ്റുമോ? ഇല്ല. എന്റെ മുത്തശ്ശി, നമുക്ക് വേണമെങ്കിൽ ഉടൽ നിരതയാവും എന്ന് പറഞ്ഞ് പത്രത്തിലൊരു പടം കൊടുക്കും. ശരത്തുമോനെ, ആറാൻ പറ്റുന്ന വർത്തമാനം പറഞ്ഞാൽ നീ മേടിക്കും കേട്ടോ. എന്റെ പൊന്നു മുത്തശ്ശി, ഞാനൊരു ജോക്ക് പറഞ്ഞല്ലേ. മുത്തശ്ശി ഒരു 100 കൊല്ലം ഭരിച്ചു മുടിച്ചിട്ടേ പോവുള്ളൂ. മനുഷ്യന് പുറത്തോട്ട് നോക്കാൻ പേടിയാ. രാവിലെ മുറ്റം തൂത്തോണ്ട് നിന്നപ്പോഴേ അപ്പുറത്തെ ലിസാമ്മ ചോദിക്കുക, പാർവതി മനോഹരനെ ജയിലിലെ ചപ്പാത്തി യൂണിറ്റിൽ എടുത്തോന്ന്. നാണക്കേട് കൊണ്ട് തൊലി ഉരിഞ്ഞു പോയി. എല്ലാം മരുമകളുടെ വക ഐശ്വര്യം. പറഞ്ഞതും വന്നല്ലോ. എവിടേക്കാണാവും പൊങ്ങച്ച സഞ്ചി തൂക്കി? വല്ലെങ്കിൽ വേല കാണാൻ. നീ ആരാടാ എന്നെ ചോദ്യം ചെയ്യാൻ? അയ്യോ, ഞാനൊരു വഴിപോക്കനാണേ. അമ്മ, ഞാൻ അച്ഛനെ കാണാൻ പോവാ. അമ്മ വരുന്നുണ്ടോ? ഓ, എന്റെ ഭർത്താവിനെ ഒരു തടവുപുള്ളിയായി കാണാൻ എനിക്ക് താല്പര്യമില്ല. ഞാനും അതാ പോവാത്ത. വരേം ടീഷർട്ട് വിട്ടോണ്ട് വിക്രമനെ പോലെ ഇവിടെ തുള്ളിച്ചാടി കിടന്ന അച്ഛൻ വെള്ളയും വെള്ളയിട്ട് കൂട്ടിലായ തത്തയെ പോലെ. ഓ, ചിന്തിച്ചിട്ട് ചങ്ക് പൊടിയുക. അല്ല ശരത്തുമോനെ, ഏത് വിക്രമൻ? മുത്തുവിന്റെ കൂട്ടുകാരൻ. ഈ മുത്തു ആരാ? വിക്രമന്റെ കൂട്ടുകാരൻ.
എന്റെ മുത്തശ്ശി അത് പിള്ളേരെ മായാവി ചിത്രത്തിൽ 2 കഥാപാത്രങ്ങളാ. ഓ എന്ന്. ആ, അമ്മ ഞാനെന്താ അങ്ങോട്ടേക്ക് ഇറങ്ങുക? ഓ ആയിക്കോട്ടെ. അല്ല, നിന്റെ ചിത്തു വക്കീലും വരുന്നുണ്ടോടി ജയിൽ സന്ദർശനത്തിന്? സ്വന്തം കക്ഷിയെ കാണാൻ അഡ്വക്കേറ്റ് വരുമല്ലോ മുത്തശ്ശി. ആ. സ്വാഭാവികം. എന്തായാലും 2 കക്ഷികൾ കൂടി ഒരു ഉല്ലാസയാത്രയായി. ആ, ആന ചരിഞ്ഞാൽ എന്താ, ആറാട്ട് നടന്നാ മതിയല്ലോ. നീ പറഞ്ഞ വഷളത്തരത്തിനെ നിന്റെ കാരണം അടിച്ച് പൊളിക്കേണ്ടതാ. അതും കാലിക്കിടക്കുന്ന ചെരുപ്പും ഉണ്ട്. അമ്മയും മുത്തശ്ശി നിൽക്കുന്നോണ്ട് ഞാനത് ചെയ്യുന്നില്ല. അച്ഛൻ എന്തിനാ പേടിക്കുന്നേ? ഇങ്ങോട്ട് ധൈര്യമായിട്ട് പോരുന്നേ. ഇവിടെ ഉള്ളവരെന്താ അച്ഛനെ കണ്ടാൽ ഉടനെ വെടിവെച്ച് കൊല്ലാൻ നിൽക്കുവാണോ? എനിക്കെന്ത് ബുദ്ധിമുട്ട്? എനിക്ക് ചേച്ചിയമ്മയ്ക്കൊക്കെ സന്തോഷേ ഉള്ളൂ. ശരി അച്ഛ. ഓക്കെ. എന്താ ചന്ദ്രമോളെ, അച്ഛൻ വരുന്നുണ്ടോ? വരുന്നുണ്ട്. ഇങ്ങോട്ട് വന്ന ആ സിദ്ധോട്ടിന് എന്തെങ്കിലും മോശമായിട്ട് സംസാരിക്കുമെന്ന് അച്ഛനൊരു പേടി. അച്ഛൻ സിദ്ധോട്ടിനെ മകനായിട്ടാണല്ലോ കാണുന്നത്. എന്തെങ്കിലും കടുപ്പിച്ച് പറഞ്ഞാ അച്ഛന്റെ മനസ്സിലത് കൊള്ളും, സങ്കടാവും. ഓ, അവനെന്തോ പറയാനാ? ഇനി അഥവാ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ അങ്ങ് വിട്ടേക്കാൻ പറഞ്ഞേക്കണം അച്ഛനോട്. അല്ലാതെ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട മോളെ. അവന് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുകയും ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് നമ്മളെ ധിക്കരിച്ചോണ്ട്. അപ്പൊ പിന്നെ നമ്മളും അങ്ങനെ അങ്ങ് നിന്നാ മതി. ആരോടെ പ്രേമേ തൊന്നയിത്തും? ഞാനൊരു ഗാട്ടാഗുസ്തി നടത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. അത് നല്ലതാ. നിനക്ക് പറ്റുന്നത് അതൊക്കെയാ, ഗാട്ടാ ഗുസ്തിയും വാചകമേളയും. വാചകം അത്ര പോരാ. അയ്യേ, നിങ്ങൾ എന്റെ കുറ്റം കണ്ടുപിടിക്കാനാണോ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? അല്ല, വല്ലതും കഴിക്കാറായോ എന്ന് നോക്കാൻ. അയ്യോ, 24 മണിക്കൂറും വിശപ്പേ വിശപ്പേ വിശപ്പ്. ഏത് നേരം ഇതേ ഉള്ള ചിന്ത. ഭക്ഷണം കഴിക്കാനല്ലേ മനുഷ്യർ ജീവിക്കുന്നത്? ഞങ്ങളൊക്കെ ജീവിക്കാൻ വേണ്ടിയാ ഭക്ഷണം കഴിക്കുന്നത്. കഴിക്കാനുള്ളത് റെഡി ആവുമ്പോഴേ ഈ ഡൈനിങ് ടേബിൾ ഞാൻ കൊണ്ടുവയ്ക്കും. ആ പിന്നെ ചന്ദ്രമോളുടെ അച്ഛൻ വരുന്നുണ്ടെന്ന്.